രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചുവെന്ന് വിശ്വസിക്കാതിരുന്ന ജാപ്പനീസ് പട്ടാളക്കാരൻ ഹിറോ ഒനോദയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫിലിപ്പീൻസിലെ ലുബാങ് ദ്വീപിൽ ഒളിവിൽ കഴിഞ്ഞ ഒനോദയും കൂട്ടാളികളും യുദ്ധം അവസാനിച്ചത് അറിഞ്ഞില്ല. പിന്നീട് യുദ്ധം അവസാനിച്ചുവെന്നും സഖ്യശക്തികൾ വിജയിച്ചുവെന്നുമുള്ള വാർത്തകൾ ശത്രുക്കളുടെ പ്രൊപ്പഗൻഡയാണെന്ന് കരുതി ഒനോദയും കൂട്ടാളികളും തള്ളിക്കളഞ്ഞു. ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങാൻ വിസമ്മതിച്ച് ഒനോദ ആ ദ്വീപിൽ ചെലവഴിച്ചത് ദിവസങ്ങളോ മാസങ്ങളോ അല്ല, പതിറ്റാണ്ടുകളാണ്. രണ്ടാം ലോക മഹായുദ്ധം ഏറ്റവും അധികകാലം പോരാടിയ ജാപ്പനീസ് ഇമ്പീരിയൽ ആർമിയിലെ അവസാനത്തെ പട്ടാളക്കാരൻ്റെ കഥയാണ് 2004 പുറത്തുവന്ന ഒനോദ 10,000 നൈറ്റ്സ് ഇൻ ദ ജംഗിൾ എന്ന സിനിമ. സെപ്റ്റംബർ 2 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിനും 8 മാസം മുൻപാണ് ജാപ്പനീസ് ഇമ്പീരിയൽ ആർമിയിലെ ലഫ്റ്റനന്റായ ഹിറോ ഒനോദ ഫിലിപ്പീൻസിലെ ലുബാങ് ദ്വീപിലുള്ള ജാപ്പനീസ് മിലിറ്ററി ക്യാമ്പിലേക്ക് പുറപ്പെടുന്നത്. യാത്രയിലുടനീളം തൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഒനോദയുടെ മനസ്സിൽ. നിന്റെ ശരീരവും നിന്റെ രാജ്യവും ശത്രുവിന് വിട്ടുകൊടുക്കരുത്. ഇത് പറഞ്ഞൊരു കത്തിയും അച്ഛൻ അയാൾക്ക് കൊടുത്തിരുന്നു. ശത്രുവിൻ്റെ കയ്യിൽപ്പെടുന്ന അവസ്ഥ വന്നാൽ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ എടുക്കാൻ മടിക്കേണ്ടതില്ല എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഫിലിപ്പീനോ ഗൊറില്ലകൾക്കൊപ്പം ചേർന്ന് അമേരിക്ക ദ്വീപിലെ ജാപ്പനീസ് പട്ടാളത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ദ്വീപിൽ ശേഷിക്കുന്ന ജാപ്പനീസ് സൈന്യത്തെ ഗറില്ല യുദ്ധതന്ത്രങ്ങളിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഒനോദയുടെ ചുമതല. പക്ഷേ ജാപ്പനീസ് പട്ടാളത്തിൻ്റെ നേതൃ ചുമതലയുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഹയാകവ അതിന് സമ്മതിച്ചില്ല. 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ വ്യോമാക്രമണം ശക്തിപ്പെടുമെന്നും പിന്നെ ഗറില്ല യുദ്ധത്തിൻ്റെ ആവശ്യം വരില്ല എന്നുമാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. തൻ്റെ ആദ്യ ദൗത്യം തന്നെ പരാജയമായതിലേറെ നിരാശനായിരുന്ന ഒനോദ പിന്നീടുള്ള ദിവസങ്ങളിൽ തൻ്റെ കീഴുദ്യോഗസ്ഥരോട് വളരെ കർക്കശക്കാരനായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് ക്യാപ്റ്റൻ ഹയാകവയ്ക്ക് അസുഖം പിടിപെടുന്നത്. മൂത്രാശയത്തിൽ കല്ല് വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ക്യാപ്റ്റനോട് നേതൃത്വം തനിക്ക് കൈമാറാൻ ഒനോദ പറയുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ തൻ്റെ തീരുമാനം അറിയിക്കും മുന്നേ ദൂരെ നിന്ന് വലിയ പ്രകമ്പനങ്ങൾ കേട്ടു തുടങ്ങി. അമേരിക്കൻ പട്ടാളം അടുത്തുള്ള ടെലിക് പട്ടണം ആക്രമിച്ചു തുടങ്ങിയിരുന്നു. വിമാനങ്ങൾ ഏത് നിമിഷവും അവിടേക്കും വന്നേക്കുമെന്ന് ഭയന്ന് ക്യാമ്പിലുള്ളവരാകെ പരിഭ്രാന്തരായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ ഒനോദ വീണ്ടും ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വിമാനങ്ങൾ അവിടേക്കുമെത്തി ബോംബ് വർഷിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ മുന്നിൽ ക്യാപ്റ്റനും സംഘവും കത്തിയെരിയുന്നത് കണ്ട് വേഗം തന്നെ ഒനോദ ശേഷിച്ച പട്ടാളക്കാരെയുമായി കാട് കയറി 4 മൈൽ അകലെയുള്ള മലമുകളിലെ ക്യാമ്പ് 900 പോവുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. സുഹീറോ എന്നൊരു പട്ടാളക്കാരനെ മാത്രമാണ് അവർക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഭക്ഷണവും ആയുധവും മരുന്നുകളുമായി എത്തിയ തങ്ങളുടെ കപ്പൽ അമേരിക്ക തകർത്തുവെന്നും താൻ നീന്തി കരയ്ക്ക് കയറിയതാണെന്നും ആ പട്ടാളക്കാരൻ ഒനോദയോട് പറഞ്ഞു. അവശനായിരുന്ന സുഹീറോയെ കൂടാതെ അവിടെ വേറെയും പട്ടാളക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ടൈഫസ് ബാധിച്ച് മരണം കാത്തു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അമേരിക്കൻ പട്ടാളം അടുത്തെത്തിയിരിക്കുന്നുവെന്ന് അവിടെ നിന്നൊരു പട്ടാളക്കാരൻ പറയുന്നത് ഒനോദ കേട്ടത്. ഭയപ്പെടണ്ട, നിങ്ങളെയും ഞങ്ങളൊപ്പം കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഒനോദ അസുഖം ബാധിച്ച പട്ടാളക്കാരോട് പറഞ്ഞു. പക്ഷേ പട്ടിണിയും അസുഖവും ബാധിച്ച് കിടപ്പിലായ തങ്ങൾ രക്ഷപ്പെടില്ല എന്നും തങ്ങൾ അവർക്കൊരു ബാധ്യതയാവുകയുള്ളൂ എന്നും ആ പട്ടാളക്കാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ അനുവദിക്കണമെന്നാണ് ആ പട്ടാളക്കാർ പറഞ്ഞത്. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഒനോദയ്ക്ക് മനസ്സിലായിരുന്നു. അയാൾ വേഗം തന്നെ ഒരു ബോംബും തിരികൊളുത്താൻ ഒരു ലൈറ്ററും ആ പട്ടാളക്കാർക്ക് നൽകി. അമേരിക്കൻ സൈന്യം അവിടേക്ക് എത്തുമ്പോൾ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ആ സൈനികരെ അവരുടെ ആഗ്രഹപ്രകാരം അവിടെ തന്നെ ഉപേക്ഷിച്ച് ഒനോദയും സംഘവും മുന്നോട്ട് നടന്നു. മുന്നോട്ട് പോകുന്തോറും ശത്രുക്കൾ ആ കാട്ടിൽ തന്നെ ഉണ്ടെന്ന് അവർക്ക് വ്യക്തമായിക്കൊണ്ടേയിരുന്നു. ചവച്ചു തുപ്പിയ ചൂയിങ്ങവും തീ കത്തിച്ചതിൻ്റെ പാടുകളും അവർ ആ കാട്ടിൽ കണ്ടെത്തി. പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാലൊന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാതെ പരാജയപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. കാരണം ശേഷിച്ച പട്ടാളക്കാരെല്ലാം വിശന്ന് തളർന്നു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന ഗുഹയിലേക്ക് തിരിച്ചു പോകാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ താഴ്വരയിലെ ഗുഹയിലേക്ക് എത്തുമ്പോൾ അവിടെ കുറച്ച് അരി മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. വേഗം തന്നെ അത് ചോറാക്കി പട്ടാളക്കാരെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുഹീറോ അവിടേക്ക് വന്ന് നമുക്ക് 2 സംഘങ്ങളായി പിരിയാമെന്ന്
ഒനോദയോട് പറഞ്ഞത്. ശത്രുക്കൾ പെട്ടെന്ന് ആക്രമിച്ചാൽ എല്ലാവരും ഒരുമിച്ച് മരിച്ചു പോകണ്ടല്ലോ എന്നോർത്തായിരുന്നു സുഹീറോ അത് പറഞ്ഞത്. അങ്ങനെ സുഹീറോയുടെയും ഒനോദയുടെയും നേതൃത്വത്തിൽ സംഘം രണ്ടായി പിരിഞ്ഞു. ശേഷിച്ച അരിയും അവർ രണ്ടായി പകുത്തു. ഒനോദയുടെ സംഘത്തിലുണ്ടായിരുന്നത് പ്രൈവറ്റ് കൊസൂക്ക, ഷിമദ, അക്കാത്സോ എന്നിവരും പിന്നെ 3 സഹോദരങ്ങളുമായിരുന്നു. സുഹീറോയും സംഘവും അവിടെ നിന്ന് പോയിയെങ്കിലും മുന്നോട്ടുള്ള പദ്ധതികൾ വ്യക്തമാകുന്നവരെ ഗുഹയിൽ തന്നെ തങ്ങാനാണ് ഒനോദ തീരുമാനിച്ചത്. പക്ഷേ പിറ്റേന്ന് പുലർന്നപ്പോൾ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന 3 സഹോദരങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞാണ് കൊസൂക്കി ഒനോദയെ വിളിച്ചുണർത്തിയത്. എന്തായാലും അവർക്ക് പിന്നാലെ പോകേണ്ട എന്ന് തന്നെയാണ് ഒനോദ തീരുമാനിച്ചത്. കാരണം അതിലും വലിയ ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്കിപ്പോഴുണ്ട്. അങ്ങനെ അമേരിക്കൻ പട്ടാളം തമ്പടിച്ചിരിക്കുന്ന വടക്കൻ താഴ്വരയിലേക്ക് പോവാൻ തന്നെ അവർ തീരുമാനിച്ചു. മലമുകളിൽ നിന്ന് താഴെയുള്ള അമേരിക്കൻ പട്ടാള ക്യാമ്പ് നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ ആക്രമിക്കാനുമാണ് ഒനോദ പദ്ധതിയിട്ടത്. പക്ഷേ കനത്ത മഴ പെയ്തിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പോയാൽ തങ്ങൾക്ക് വഴിതെറ്റിയേക്കുമെന്നും മഴ തങ്ങളുടെ കാഴ്ച മറച്ചേക്കുമെന്നും ഷിമാദ പറഞ്ഞപ്പോൾ മഴ തോരും വരെ കാത്തു നിൽക്കാൻ തന്നെ ഒനോദ തീരുമാനിച്ചു. എന്നാൽ ആ മഴ പിന്നെയും 2 ദിവസം കൂടി നീണ്ടു നിന്നു. ഇടയ്ക്ക് ഷിമാദ കാട്ടിൽ പോയി ചക്കയും മറ്റുമൊക്കെ വെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ദ്വീപിൽ നിറയെ തെങ്ങുകളും വാഴകളും പ്ലാവുകളും ഉള്ളതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുവരില്ല എന്ന് അവർ ആശ്വസിച്ചു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം അവർ വീണ്ടും യാത്ര തുടങ്ങി. യാത്രയ്ക്കിടയ്ക്ക് അവർ തകർന്ന ഒരു ഗ്രാമത്തിലെത്തിപ്പെടുന്നുണ്ട്. ആ ഗ്രാമത്തിലെ കുടിലുകളെല്ലാം തകർന്ന് മനുഷ്യവാസമില്ലാതെയായിരുന്നു. കുടിലുകളിൽ ഒന്നിൽ ആരെയോ കെട്ടിയിട്ടിരുന്നൊരു മരക്കസേരയും അവർ കണ്ടെത്തി. അതിലെ രക്തപ്പാടുകളും യൂണിഫോമിന്റെ അവശിഷ്ടങ്ങളും കണ്ടപ്പോൾ അമേരിക്കക്കാർ അവിടെ ഏതോ ഒരു ജാപ്പനീസ് സൈനികനെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ഇതേ സമയം തന്നെ അവിടേക്ക് വന്ന 2 ഫിലിപ്പീനോകളെയും അവർ പിടികൂടി. പക്ഷേ അവർ യാങ്കികൾ പോയി എന്നും യുദ്ധം അവസാനിച്ചുവെന്നുമാണ് ഒനോദയോടും സംഘത്തോടും പറഞ്ഞത്. എന്നാൽ അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആരോ അവർക്ക് നേരെ വെടിയുതിർക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒനോദയും സംഘവും ആക്രമകാരികളെ വെടിവെച്ച് കൊന്നുവെങ്കിലും തങ്ങൾ പിടികൂടിയ ഫിലിപ്പീനോകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒട്ടും തന്നെ സമയം വൈകാതെ ഒനോദയും സംഘവും വീണ്ടും കാട് കയറി. അപ്പോഴും അവർ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞതോർത്താണ് കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പമായ അക്കാത്സു കരഞ്ഞത്. യുദ്ധം അവസാനിച്ചുവെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ വെടിവെച്ച് കൊന്നത് എന്നായിരുന്നു അവന്റെ ദുഃഖം. അപ്പോൾ ഒനോദ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. യുദ്ധം അവസാനിച്ചെങ്കിൽ അവർ എന്തിനാണ് നമ്മെ ആക്രമിച്ചത്? ശത്രു എപ്പോഴും ശത്രുവാണ്. അവരുടെ നുണകളിൽ വീണു പോകരുത്. യുദ്ധം അവസാനിച്ചുവെന്നും നമ്മൾ ജയിച്ചുവെന്നുമൊക്കെ അവർ പറഞ്ഞെന്നിരിക്കും. അതെല്ലാം നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയാണ്. അവരുടെ നുണ വിശ്വസിച്ച് നമ്മൾ തോക്ക് താഴ്ത്തിയിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നുവെന്ന് ഒനോദേവനോട് പറഞ്ഞു. എൻ്റെ ഒപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ കരുതുന്നതിലും ഏറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിരിക്കുകയാണെന്ന് പറഞ്ഞ് താനിവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ ഒനോദേവരോട് പറഞ്ഞു. മിലിറ്ററി പൈലറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്ന എന്നാൽ അതിന് യോഗ്യത നേടാനാവാതിരുന്ന ഒനോദയെ മേജർ യോഷിമിയാണ് ആ ദൗത്യത്തിന് തിരഞ്ഞെടുത്തത്. മിലിറ്ററി ഇൻ്റലിജൻസ്. സേനയിലുടനീളം മിടുക്കന്മാരും അതിസമർത്ഥന്മാരുമായ പട്ടാളക്കാരെ മാത്രമാണ് ഇൻ്റലിജൻസ് വിങ്ങിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. മേജർ യോഷിമി പഠിപ്പിച്ച പാഠങ്ങളൊന്നും ഒനോദ മറന്നതേയില്ല. നിങ്ങൾ പാറ്റകളെ കണ്ടിട്ടില്ലേ? എത്ര കൊന്നാലും വീണ്ടും വീണ്ടും തിരികെ വരുന്ന പാറ്റകൾ. എനിക്ക് അങ്ങനെയുള്ള പട്ടാളക്കാരെയാണ് വേണ്ടത്. മരിക്കാൻ കഴിയാത്തവരെ, അതിജീവിക്കാൻ കഴിവുള്ളവരെ. മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ സാധാരണ പട്ടാളക്കാരായിരിക്കും. അവരോടൊപ്പം നിങ്ങൾ ജോലി ചെയ്യുകയും ചെയ്യും. പക്ഷെ അവർക്കൊപ്പം നിങ്ങൾക്ക് മരിക്കാനാവില്ല. എല്ലാ പട്ടാളക്കാരും മരിച്ചാലും വീണ്ടും അവിടേക്ക് വരുന്ന പട്ടാളക്കാർക്ക് വിവരങ്ങൾ കൈമാറാനും അവരെ മുന്നിലേക്ക് നയിക്കാനും നിങ്ങൾ ജീവിച്ചിരുന്നേ മതിയാവൂ. നിങ്ങളുടെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നവരെ നിങ്ങൾക്കൊപ്പം കൂട്ടാം. നിങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. സ്വയം അത് നടപ്പിലാക്കാം. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും അതിജീവിക്കുവാനുമുള്ള ഏത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് കള്ളം പറയാം, കാര്യങ്ങൾ മറച്ചുവെക്കാം. യുദ്ധഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല എങ്കിൽ, അപകടമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടെയുള്ള പട്ടാളക്കാരെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപക്ഷെ അപമാനിതരായേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രയത്നങ്ങൾ ആരും അറിയാതിരിക്കുകയോ ആരാലും അഭിനന്ദിക്കപ്പെടാതെ പോവുകയോ ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങളത് നിങ്ങളുടെ നാടിനു വേണ്ടി ചെയ്യുന്നതാണ് എന്ന്.
ഇതൊരു രഹസ്യ യുദ്ധമാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിയമങ്ങളില്ല. രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള വിവരങ്ങൾ കഴിയാവുന്നത്ര ശേഖരിക്കുക. ശേഖരിച്ച വിവരങ്ങൾ കൈമാറാനായി മരിക്കാതിരിക്കുക. ഒനോദ പറഞ്ഞതെല്ലാം കേട്ട് കൊസുക്കെ ആവേശഭരിതനായി. രാജ്യത്തിനായി ഏത് ദൗത്യത്തിനും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കൊസുക്കെ ഒനോദയോട് പറഞ്ഞു. പിന്നാലെ ഷിമാദയും അക്കാച്ചുവും അയാൾക്കൊപ്പം ചേർന്നു. അവശരായ സൈനികരെ സുഹീറോയ്ക്കൊപ്പം പറഞ്ഞയച്ച് തങ്ങളെ തന്നെ ഒനോദ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അവർക്കപ്പോഴാണ് മനസ്സിലായത്. തൻ്റെ സംഘം തന്നിൽ വിശ്വാസം പ്രകടിപ്പിച്ചതോടെ പിന്നീട് ആത്മവിശ്വാസത്തോടെ ഒനോദ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയി. അമേരിക്കൻ പട്ടാള ക്യാമ്പുകളിൽ പട്ടാളക്കാരില്ല എന്ന് മനസ്സിലായെങ്കിലും അവർ ഉടൻ തന്നെ തിരികെ വരുമെന്ന് ഒനോദ വിശ്വസിച്ചു. അമേരിക്കൻ പട്ടാളം തിരികെ വരും മുന്നേ ദ്വീപ് മുഴുവൻ തങ്ങൾക്ക് പരിചിതമാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ തൻ്റെ സംഘത്തോടൊപ്പം ഒനോദ ആ ദ്വീപിലൂടെ ആകെ സഞ്ചരിച്ചു. ഓരോ പ്രദേശങ്ങളും അയാൾ തൻ്റെ മാപ്പിൽ രേഖപ്പെടുത്തി. ശത്രുക്കൾ വരുമ്പോൾ പതിയിരിക്കാനും അവരെ ആക്രമിക്കാനുമുള്ള സ്ഥലങ്ങൾ അയാൾ ആ മാപ്പിൽ അടയാളപ്പെടുത്തി. കൊസൂക്കയായിരുന്നു എല്ലാത്തിനും ഒനോദയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. ദ്വീപിൻ്റെ വടക്കും തെക്കും തീരത്തോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളാണ്. ദ്വീപിന് നടുവിലാണ് വലിയ മലകളും ഘോരവനങ്ങളുമുള്ളത്. ആ പ്രദേശത്ത് തമ്പടിച്ചാൽ തീരത്ത് കപ്പലിറങ്ങുന്ന അമേരിക്കക്കാർക്കെതിരെയും മല കയറി വരുന്ന ഫിലിപ്പീനുകൾക്കെതിരെയും തങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുമെന്ന് ഒനോദയും സംഘവും വിശ്വസിച്ചു. വേഗം തന്നെ ജാപ്പനീസ് പട്ടാളം അവിടേക്ക് എത്തുമെന്നും അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ശത്രുക്കൾക്ക് തങ്ങളെ ആക്രമിക്കാൻ വരുവാനും പട്ടാളം തങ്ങളെ രക്ഷിക്കാൻ വരുവാനും തങ്ങൾ ഈ ദ്വീപിലുണ്ട് എന്ന് അവരെ അറിയിക്കേണ്ടതുണ്ട്. അതിനായൊരു മാർഗവും അവർ കണ്ടെത്തി. ഒനോദയും സംഘവും മലയിറങ്ങി താഴ്വരയിലെ ഗ്രാമങ്ങളിലെ നെൽപ്പാടങ്ങളിലേക്കെത്തി. ശേഷം കർഷകരെ എല്ലാം അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിച്ച് അവിടെ ഉണ്ടായിരുന്ന നെല്ലും മോഷ്ടിച്ച് അവരാ നെൽപ്പാടങ്ങൾക്ക് തീയിട്ടു. കൃഷിയിടങ്ങൾക്ക് തീയിട്ട് തങ്ങളാണ് എന്ന് ശത്രുക്കൾക്കും സൈന്യത്തിനും മനസ്സിലാകുമെന്നും അവർ തങ്ങളെ തേടി ഇവിടേക്ക് വരുമെന്നും ഒനോദ പ്രതീക്ഷിച്ചു. പക്ഷേ മാസങ്ങൾ ഒരുപാട് കടന്നുപോയിട്ടും അവരെ തേടി ആരും അവിടേക്ക് വന്നില്ല. പക്ഷേ ഇതിനോടകം തന്നെ അവർ അടുത്ത സുഹൃത്തുക്കളായി മാറിയിരുന്നു. ആ കാട്ടിൽ ഒന്നിച്ച് അതിജീവിക്കാനും അവർ പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴും അവിടേക്ക് ആരും വന്നില്ലല്ലോ എന്ന നിരാശയായിരുന്നു അക്കാച്ചുവിന്. അതുകൊണ്ട് തന്നെ ഒരു രാത്രി പുലരുമ്പോൾ അക്കാച്ചു അവിടെ നിന്ന് പോയിരുന്നു. തോക്കുപോലും എടുക്കാതെയാണ് അവൻ പോയത് എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങാനാണ് അവൻ പോയത് എന്ന് ഒനോദയ്ക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ തങ്ങൾ ഇത്രയും ദിവസം ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളും തങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്ഥലവും ശത്രുക്കൾ അറിയുമെന്ന് മനസ്സിലാക്കി ഒനോദ വേഗം തന്നെ അക്കാച്ചുവിനെ തേടി പുറപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും വീണ്ടും മഴക്കാലം തുടങ്ങിയിരുന്നു. മഴ പെയ്തു തുടങ്ങിയതോടെ കൊസൂക്കിയും ഷിമാദയും കാട്ടിൽ കയറി മരവും ഓലയും വെട്ടി കുടിൽ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇരുവരും ചേർന്ന് തരക്കേടില്ലാത്തൊരു കുടിലും വെള്ളം ഒഴുകിപ്പോവാനൊരു ചാലും കാടിന് നടുവിൽ നിർമ്മിച്ചു. അപ്പോഴും കോരിച്ചൊരിയുന്ന ആ മഴയിലും അക്കാച്ചുവിനു വേണ്ടി അന്വേഷണം അവസാനിപ്പിക്കാതിരുന്ന ഒനോദ ഒടുവിൽ അവനെ കണ്ടെത്തുകയും ചെയ്തു. വിശന്ന് തളർന്നൊരിടത്ത് വീണുപോയ അക്കാച്ചുവിനെ ഒനോദ സുരക്ഷിതമായി കുടിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തു. ഓടിപ്പോയ അവനോട് ആരും ഒന്നും പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടതുമില്ല. കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പം അവനാണ്. അവന് നല്ല പേടിയുണ്ടായെന്ന് അവർക്കറിയാമായിരുന്നു. ആഴ്ചകൾ അങ്ങനെ കടന്നുപോയിട്ടും മഴയ്ക്കൊരു ശമനവും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് തൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് ഷിമാദ അവരെക്കുറിച്ചെല്ലാം വാതോരാതെ സംസാരിക്കും. മകൾക്ക് വെറും 2 വയസ്സുള്ളപ്പോഴാണ് അയാൾ യുദ്ധത്തിന് പുറപ്പെട്ടത്. ഇപ്പോഴവൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് അയാൾ കൊസൂക്കയോട് പറഞ്ഞു. എന്നാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നും എന്നാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ കഴിയുക എന്നും പറഞ്ഞ് അയാൾ നെടുവീർപ്പിട്ടു. എന്നാൽ പിന്നെയും 2 വർഷം കൂടി കഴിഞ്ഞിട്ടും അവർക്ക് മടങ്ങിപ്പോവാനായിരുന്നില്ല. ഇപ്പോഴും ജാപ്പനീസ് സൈന്യത്തിനു വേണ്ടി അവരവിടെ കാത്തിരിക്കുകയാണ്. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അവർക്കറിയില്ല. യുദ്ധം എവിടെ വരെ എത്തിയെന്നും അവർക്കറിയില്ല. ഒരു കാര്യം മാത്രം അവർക്കറിയാം: ദ്വീപിലേക്ക് ജാപ്പനീസ് സൈന്യം എത്തുന്നതുവരെ തങ്ങളിവിടെ ജീവിച്ചിരുന്നേ മതിയാവൂ. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ കടന്നു പോകുന്തോറും ശരീരത്തിലെ മുറിവുകളും യൂണിഫോമിലെ തുന്നലുകളും കൂടി വന്നതല്ലാതെ ശത്രുക്കളോ മിത്രങ്ങളോ അവരെ തേടി അവിടേക്ക് വന്നില്ല. ഇടയ്ക്കവർ ഒന്നിച്ച് കാട്ടിൽ ഭക്ഷണം ശേഖരിക്കാൻ പോകും. മഴക്കാലം എത്താറാവുമ്പോൾ കുടിൽ വീണ്ടും നെയ്യും. ചിലപ്പോഴൊക്കെ അവർ ഓരോന്ന് പറഞ്ഞ് പരസ്പരം തല്ലുകൂടാറുണ്ട്. ഇറച്ചി കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പശുക്കളെ കൊന്ന്
അവർ കാട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഗ്രാമീണർക്ക് അവരൊരു തലവേദനയായി മാറിയതുകൊണ്ട് തന്നെ ഒരിക്കൽ പശുവിനെ മോഷ്ടിക്കുന്നതിനിടയ്ക്ക് ഗ്രാമീണർ അവർക്ക് നേരെ വെടിയുതിർത്തു. ആ ആക്രമണത്തിൽ ഷിമാദയ്ക്ക് വെടിയേറ്റതോടെ ഒനോദ ആ ഗ്രാമീണരിൽ ഒരുവനെയും വെടിവെച്ചിട്ടു. ശേഷം തലയ്ക്ക് വെടിയേറ്റ ഷിമാദയെയും കാലിന് വെടിയേറ്റ ഗ്രാമീണനെയുമായി അവർ വീണ്ടും കാട് കയറി. ഷിമാദയുടെ പരിക്ക് ഗുരുതരമായിരുന്നു. ഏറെ രക്തം വാർന്നുപോയി കിടക്കുമ്പോൾ അയാൾ തൻ്റെ കുടുംബത്തിൻ്റെ ചിത്രമാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ആ ചിത്രത്തിലേക്ക് നോക്കിയ അയാൾക്ക് തൻ്റെ മകളുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഷിമാദയുടെ കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങിയിരുന്നു. അയാൾ ആ ചിത്രം കൊസുകിയെ തിരികെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും ഷിമാദയുടെ ചലനമറ്റു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒനോദയും സംഘവും തങ്ങളുടെ സുഹൃത്തിനെ ആ പുൽമേട്ടിലെ മരച്ചുവട്ടിൽ അടക്കം ചെയ്തു. ഷിമാദയുടെ കുഴി മൂടുമ്പോൾ കൊസുകയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. കാരണം മരിക്കുന്നതിന് തലേ ദിവസം പോലും ഷിമാദ കൊസുകയുമായി വഴക്കുണ്ടാക്കുകയും അവനെ തല്ലുകയും ചെയ്തിരുന്നു. തന്നോട് ക്ഷമിക്കണമെന്ന് അയാൾ ഏങ്ങലടിച്ചുകൊണ്ട് ഷിമാദയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഷിമാദ എന്തിനു വേണ്ടിയാണ് മരിച്ചത് എന്നായിരുന്നു അക്കാച്ചുവിൻ്റെ ദുഃഖം. യുദ്ധം അവസാനിച്ചു എന്ന സംശയം അപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഒനോദ ഷിമാദ മരിച്ചത് രാജ്യത്തിന് വേണ്ടിയാണെന്നും നമ്മളിപ്പോഴും യുദ്ധത്തിലാണെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരാമെന്നും പറഞ്ഞ് ഷിമാദയെ വെടിവെച്ച ആ യുവാവിനടുത്തേക്ക് ചെന്നു. പൊതിരയാളെ തല്ലിയ ശേഷം തൻ്റെ തോക്കയാൾ കിട്ടുകൊടുത്ത് ഒനോദ അക്കാച്ചുവിനടുത്തേക്ക് വന്നു. നമ്മളിപ്പോഴും യുദ്ധത്തിലാണെങ്കിൽ തീർച്ചയായും അവനെ തോക്കെടുത്ത് നമ്മെ വെടിവെക്കുമെന്ന് ഒനോദ പറഞ്ഞതും ആ യുവാവ് ആ തോക്കെടുത്ത് ലോഡ് ചെയ്യാൻ തുടങ്ങി. വെടിവെക്കുകയാണ് അയാളുടെ ഉദ്ദേശമെന്ന് മനസ്സിലായതോടെ അക്കാച്ചു ഓടിച്ചെന്ന അയാളുടെ നെഞ്ചിൽ തൻ്റെ കത്തി കുത്തിയിറക്കി. പക്ഷേ ആ യുവാവ് അത് മരണഭയത്താൽ ചെയ്തതാണ് എന്നും യുദ്ധം അവസാനിച്ചില്ല എന്നതിനതൊരു തെളിവല്ല എന്നും തന്നെയാണ് അക്കാച്ചു കരുതിയത്. അന്ന് രാത്രിയിലും അവനോട് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒനോദ ഉണർന്നു. തോക്കു ചൂണ്ടി അവനോട് അവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടും അവനത് കേട്ടില്ല. എന്തിനാണെന്നറിയാതെ ഇങ്ങനെ ഭയന്ന് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അക്കാച്ചു ആ കാട്ടിലേക്ക് കയറി മറിഞ്ഞു. അവനെ വെടിവെച്ചിടാൻ ഒനോദയ്ക്ക് മനസ്സ് വന്നതുമില്ല. പക്ഷെ അപ്പോഴും കൊസുക്കി ഒനോദയെ തന്നെയാണ് വിശ്വസിച്ചത്. യാതൊന്നും ചോദിക്കാതെ യാതൊന്നും പറയാതെ അയാൾ തൻ്റെ സുഹൃത്തിനെ, തൻ്റെ മേലുദ്യോഗസ്ഥനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഒനോദയെപ്പോലെ അയാളും രാജ്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. വീണ്ടും മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴും ശത്രുക്കളോ മിത്രങ്ങളോ അവരെ തേടി അവിടേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് അവർ ആ കാട്ടിൽ നിന്നൊരു മെഗാഫോണിന്റെ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട കുന്നിന്റെ അടുത്തുള്ള മറ്റൊരു കുന്നിൽ അവർ ചെന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നതാണ് അവർ കണ്ടത്. അവർക്കരികിൽ ജാപ്പനീസ് കൊടിയും ഉയർത്തിയിരുന്നു. മെഗാഫോണിലൂടെ തങ്ങളോട് കാടിറങ്ങി വരാനാണ് അവർ ആവശ്യപ്പെടുന്നത്. ആദ്യം സംസാരിച്ചയാൾ ഒനോദയുടെ സഹോദരനാണെന്നാണ് അവകാശപ്പെട്ടത്. പക്ഷേ തങ്ങളുടെ ബൈനോക്കുലറിലൂടെ നോക്കിയിട്ടും അവരുടെ ഒന്നും മുഖം ഒനോദയ്ക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സംസാരിച്ചത് ഒനോദയുടെ അച്ഛനാണ്. എൻ്റെ മകനെ, നീ നമ്മുടെ രാജ്യത്തോടുള്ള കടമ നിറവേറ്റുകയാണെന്ന് എനിക്കുമറിയാം, നമ്മുടെ രാജ്യത്തിനും അറിയാം. പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഭയപ്പെടേണ്ടതില്ല, നീ കാട് വിട്ട് വരാൻ പറഞ്ഞ് ആ അച്ഛൻ ഒരു കവിത തൻ്റെ മകനെ ചൊല്ലിക്കേൾപ്പിച്ചു. അച്ഛൻ എപ്പോഴും ചൊല്ലാറുള്ള ആ കവിത കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒനോദ പറഞ്ഞത് അത് അദ്ദേഹമല്ല എന്നാണ്. കാരണം തൻ്റെ അച്ഛൻ ഒരിക്കലും തന്നോട് ഇത്ര സ്നേഹമായി സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, തികഞ്ഞ രാജ്യസ്നേഹിയായ തൻ്റെ അച്ഛൻ ഒരിക്കലും പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിക്കുകയില്ല. ജപ്പാനിലെ വസ്ത്രധാരണവും സംസ്കാരവുമെല്ലാം ഇതിനോടകം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടുവെന്ന് ഒനോദയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മറ്റാരോ തൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും ശബ്ദമനുകരിച്ച് തങ്ങളോട് സംസാരിച്ചതാണെന്ന് വിശ്വസിച്ച ഒനോദ അന്ന് രാത്രി തന്നെ ആ സംഘം നിന്നിരുന്ന കുന്നിലേക്കെത്തി അവിടെ പരിശോധിച്ചു. ഒനോദയ്ക്ക് വേണ്ടി ഒരുപാട് പുസ്തകങ്ങളും മാസികകളും പത്രങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാസികകളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത് പുതിയൊരു ജപ്പാനെയാണ്. പാശ്ചാത്യ സംസ്കാരം വിഴുങ്ങിയ പുതിയൊരു ജപ്പാനെ. എല്ലാത്തിലും ഒരു അമേരിക്കൻ മയം. തങ്ങൾ ഇതുവരെ കണ്ട തങ്ങളുടെ നാടല്ല അവർക്കതിൽ കാണാൻ കഴിഞ്ഞത്. എന്തിന് ജാപ്പനീസും ഇംഗ്ലീഷും കലർത്തിയാണ് ആ മാസികകളിലെ ഭാഷ പോലും. പത്രങ്ങളിലെ വാർത്തയാകട്ടെ തങ്ങൾക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ലോകരാഷ്ട്രീയം ഇതിനോടകം തന്നെ ഒരുപാട് മാറിയെന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പത്രത്തോടൊപ്പം ഉണ്ടായിരുന്ന ട്രാൻസിസ്റ്റർ റേഡിയോയിൽ
ജാപ്പനീസ് ഭാഷയിലുള്ള വാർത്തകളായിരുന്നുവെങ്കിലും അതിലെ പാട്ടുകൾ ഇംഗ്ലീഷിലായിരുന്നു. വാർത്തയിൽ ന്യൂയോർക്ക് യാങ്കീസ് എന്ന അമേരിക്കൻ ബേസ്ബോൾ ടീം ജപ്പാനിൽ സൗഹൃദ മത്സരത്തിന് എത്തുന്നു എന്നും മറ്റുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം ആയതോടെ ഒനോദ ഒരു കാര്യം ഉറപ്പിച്ചു: എല്ലാം അമേരിക്കൻ പ്രോപ്പഗൻഡയാണ്. അതുവരെയും അമേരിക്കയെ ശത്രു രാജ്യമായി കണ്ടിരുന്ന ജപ്പാൻ ഇങ്ങനെ അമേരിക്കൻ സംസ്കാരത്തിന് വഴിപ്പെടുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. പത്രങ്ങളും മാസികകളും റേഡിയോയിലെ വാർത്തകളും എല്ലാം അമേരിക്ക വ്യാജമായി നിർമ്മിച്ചതാണ്. ഒപ്പം തൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും ശബ്ദമനുകരിച്ച് തങ്ങളെ കീഴ്പ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി കോട്ടും സൂട്ടും ധരിപ്പിച്ച് ഫോട്ടോ എടുത്ത് തന്നെ വിശ്വസിപ്പിക്കാനായി അവർ ഈ കൂട്ടത്തിൽ വെച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെ വ്യക്തമായതോടെ തങ്ങളുടെ കയ്യിലുള്ള വേൾഡ് മാപ്പ് പോലെ വലുതെന്ന് വരച്ച് അവർ കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്യാൻ ആരംഭിച്ചു. തങ്ങളുടെ ശത്രുരാജ്യങ്ങളുടെയും സഖ്യകക്ഷികളുടെയും മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്ന് അവർ പരസ്പരം ചർച്ച ചെയ്തു. ഓരോ രാജ്യങ്ങളുടെയും ഭൂമിശാസ്ത്രവും തങ്ങൾ ദ്വീപിലെത്തുന്ന സമയത്തുള്ള അവരുടെ രാഷ്ട്രീയ അന്തരീക്ഷവും പരിഗണിച്ച് അവരൊരു നിഗമനത്തിലെത്തി. തങ്ങൾ നിൽക്കുന്ന ലുബാങ് ദ്വീപ് യുദ്ധത്തിൽ തന്ത്രപ്രധാനമായൊരു മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശത്രുരാജ്യങ്ങൾ ഈ ദ്വീപ് പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ തങ്ങളെ ഈ ദ്വീപിൽ നിന്ന് പുറത്തെത്തിക്കാൻ ഇത്രയും പരിശ്രമിക്കുന്നത്. യുദ്ധം വീണ്ടും ഈ ദ്വീപിലേക്ക് വരികയാണെന്നർത്ഥം. അങ്ങനെയെങ്കിൽ ജാപ്പനീസ് സൈന്യവും ഉടൻ തന്നെ ഈ ദ്വീപിലേക്കെത്തും. വ്യാജമെങ്കിലും റേഡിയോയിലെ വാർത്തകൾ കേട്ട് തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കാൻ തന്നെ ഇരുവരും തീരുമാനിച്ചു. റേഡിയോയുടെ ബാറ്ററി തീരാതിരിക്കാൻ അവർ രാത്രി മാത്രമാണ് റേഡിയോ കേട്ടത്. പക്ഷേ മാസങ്ങൾ ഒരുപാട് കടന്നുപോയപ്പോൾ ബാറ്ററി തീരുക തന്നെ ചെയ്തു. അതോടെ അവർ ഗ്രാമങ്ങളിലെ വീടുകളിലെത്തി ബാറ്ററി മോഷ്ടിക്കാൻ ആരംഭിച്ചു. മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കടന്നുപോയപ്പോൾ വീണ്ടും ഒരുപാട് തവണ ബാറ്ററി തീർന്നു. അപ്പോഴെല്ലാം അവർ ഗ്രാമത്തിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചു. ആ ശീലം പിന്നെയും വർഷങ്ങൾ നീണ്ടു. ഒരുപാട് വർഷങ്ങൾ. അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയുള്ളൊരു രാത്രിയിൽ റേഡിയോ ഓൺ ചെയ്തപ്പോൾ അവർ കേട്ടത്, ഹ്യൂസ്റ്റൺ, ഞങ്ങൾക്ക് ചന്ദ്രോപരിതലം കാണാമെന്നാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ പുറത്തൊരു ശബ്ദം കേട്ടിരുവരും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അപ്പോഴാ റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരുന്നത് നീൽ ആംസ്ട്രോങ്ങിന്റെ ശബ്ദമായിരുന്നു. മനുഷ്യൻ ഇത് വെറും ഒരു ചുവടുവയ്പ്, മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം. വർഷം 1969 എത്തിയിരുന്നു. ഒനോദയും കൊസൂക്കിയും ദ്വീപിലേക്ക് എത്തിയിട്ട് 25 വർഷം കഴിഞ്ഞിരുന്നു. പക്ഷെ ആ വാർത്തയൊന്നും അവർ ശ്രദ്ധിച്ചില്ല. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി അവർ കണ്ടത് പേടിച്ചരണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെയാണ്. കൊടുങ്കാറ്റിലും ആ പേമാരിയിലും പെട്ട് വഴിതെറ്റി അവിടേക്ക് വന്നതായിരുന്നു ആ സ്ത്രീ. ആ സ്ത്രീയെ ശത്രുക്കൾ വിട്ടതാണോ എന്നവർ സംശയിച്ചുവെങ്കിലും ഭയന്ന് വിറച്ച് വിശന്ന് തളർന്നിരിക്കുന്ന ആ സ്ത്രീയെ കൊല്ലുവാനോ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചവരെ വീണ്ടും ഭയപ്പെടുത്തുവാനോ ഇരുവർക്കും മനസ്സ് വന്നില്ല. എന്തായാലും ആ രാത്രി അവൾ അവിടെ ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് തന്നെ ഇരുവരും തീരുമാനിച്ചു. പിറ്റേന്ന് അവർ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ ഭാഷ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, മനോനില തെറ്റിയതുപോലെയാണ് അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എങ്കിലും അവളുടെ പേര് ഇനീസ് എന്നാണെന്ന് അവർക്ക് മനസ്സിലായി. വീണ്ടും കനത്തു പെയ്യുന്ന പെരുമഴയിൽ അവളെ ഇറക്കി വിടാൻ മനസ്സു വരാതെ അന്ന് രാത്രിയിലും അവിടെ തങ്ങാൻ ഒനോദ അവളെ അനുവദിച്ചു. ഒരു ഉറപ്പിനു വേണ്ടി അവർ ഇനീസിന്റെ കൈകളും കൂട്ടിക്കെട്ടിയിരുന്നു. പക്ഷേ മഴ ആർത്തു പെയ്യുന്ന രാത്രിയിൽ കൊടിൽ ഉറങ്ങിക്കിടക്കുന്ന ഇനീസിന്റെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കാതിരിക്കാൻ കൊസുക്കിക്ക് കഴിഞ്ഞില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അയാളൊരു സ്ത്രീയെ ഇത്രയും അടുത്ത് കാണുന്നത്. അവളുടെ ശരീരത്തെ സ്പർശിക്കണമെന്ന് അയാൾക്ക് തോന്നി. ഒനോദ നല്ല ഉറക്കമാണ് എന്ന് കണ്ട് പതിയെ അയാൾ ഇനീസിനെ സ്പർശിക്കാൻ തുടങ്ങിയതും അവൾ കണ്ണു തുറന്നു. അതോടെ ഞെട്ടിപ്പോയ കൊസുക്ക തന്റെ ശ്രമം ഉപേക്ഷിച്ച് കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്നു. പിന്നീട് അവളുടെ മുഖത്ത് നോക്കാൻ പോലും കൊസുക്ക ധൈര്യപ്പെട്ടില്ല. പക്ഷെ ഇനീസ് വല്ലാതെ ഭയന്നിരുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്ന ഒനോദ കാണുന്നത് തൻ്റെ തോക്ക് തനിക്ക് നേരെ ചൂണ്ടിയിരിക്കുന്ന ഇനീസിനെയാണ്. പെട്ടെന്ന് കൊസുക്ക ഞെട്ടി ഉണർന്നതും ഇനീസ് അയാളുടെ കാലിലേക്ക് വെടിവെച്ചു. അതോടെ ഒനോദ ആ തോക്ക് പിടിച്ചു വാങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇനീസിനെ വെടിവെച്ചിട്ടു. അവൾ എന്തിനാണത് ചെയ്തത് എന്ന് ഒനോദയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ അതറിയാവുന്ന കൊസുക്ക അവളുടെ ജീവനറ്റ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞു. വീണ്ടും ആ പുൽമേട്ടിൽ ഒനോദയ്ക്ക് ഒരു കുഴി കൂടി എടുക്കേണ്ടി വന്നു. കൊസുക്കിക്കാകട്ടെ
അവിടേക്ക് വരാൻ പോലും കഴിഞ്ഞില്ല. വീണ്ടും ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. മനസ്സിലെ ആ മുറിവ് പോലെ അയാളുടെ കാലിലെ മുറിവും ഉണങ്ങിയിരുന്നില്ല. പഴുത്ത് പുഴുകയറിയ മുറിവിൽ ഈമ്പി ഒനോദ ആ പഴുപ്പ് പുറത്തെടുത്ത് അതിൽ മരുന്ന് വെച്ചു. അപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന കൊസുക്കെ നമുക്ക് വേറെ മാർഗമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒനോദ ആശ്വസിപ്പിച്ചു. വീണ്ടും അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇപ്പോഴവർ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. അതിനെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല. ഓർത്താൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരുമെന്ന് അവർക്കറിയാം. ഇതെല്ലാം വെറുതെയായിരുന്നു എന്ന ചോദ്യത്തെ അവർ ഭയപ്പെട്ടു. ഇപ്പോഴവർ മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനുമല്ല, കാട്ടിൽ താമസിക്കുന്ന 2 സുഹൃത്തുക്കൾ മാത്രമാണ്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകാനായി ഇരുവരും ആ കാട് വിട്ട അരുവിയുടെ കരയിലേക്ക് എത്തിയപ്പോഴാണ് പെട്ടെന്ന് കൊസൂക്കയുടെ നെഞ്ചിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ചത്. ആ അമ്പിൽ കെട്ടിയിരുന്ന വള്ളിയിൽ പിടിച്ച ആരോ കൊസൂക്കയെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഗ്രാമീണരായിരുന്നു. പെട്ടെന്ന് ഒനോദ അവർക്ക് നേരെ വെടിവെച്ചുവെങ്കിലും അവരത് നിർത്തിയില്ല. വള്ളി മുറിച്ച് കൊസൂക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും ഒരു അമ്പ് വന്ന് തറച്ചതോടെ അയാൾ ചലനമറ്റ് വെള്ളത്തിലേക്ക് വീണു. കൊസൂക്കയുടെ ശരീരം അവർ വലിച്ച് കരയ്ക്ക് കയറ്റി ഒനോദയ്ക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു വഴികളില്ലാതെ ഒനോദ വേഗം തന്നെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കൊസൂക്ക കൊല്ലപ്പെട്ടുവെന്നത് ഒനോദയ്ക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. തൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നതിനേക്കാൾ സമയം ഒനോദ കൊസൂക്കയ്ക്കൊപ്പമാണ് ജീവിച്ചത്. ആ കൊസൂക്ക ഇനിയില്ല. ഇക്കാലമെല്ലാം ലോകത്തിൽ നിന്ന് ഇത്രയും അകന്നിരുന്നിട്ടും ഇപ്പോൾ മാത്രമാണ് അയാൾ ഏകാന്തത അനുഭവിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒനോദ കരഞ്ഞില്ല. നിശ്ചലനായി എവിടേക്കെന്നില്ലാതെ നോക്കിക്കൊണ്ടിരുന്നതേയുള്ളൂ. ചോദ്യങ്ങൾ പിന്നെയും അയാളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. മാസങ്ങൾ വീണ്ടും അങ്ങനെ കടന്നുപോയി. മാസങ്ങളാണോ വർഷങ്ങളാണോ കടന്നുപോയത് എന്ന് ഒനോദയ്ക്കിപ്പോൾ നിശ്ചയമില്ല. അയാൾ ദിവസങ്ങൾ എണ്ണുന്നതൊക്കെ എന്നേ നിർത്തിക്കഴിഞ്ഞിരുന്നു. ഇടയ്ക്ക് അയാൾ ഷിമാദയുടെ അടുത്തേക്ക് ചെല്ലും. ഷിമാദയുടെ കുഴിമാടത്തിൽ പൂക്കൾ സമർപ്പിച്ച് എന്തൊക്കെയോ സംസാരിക്കും. പെട്ടെന്നാരുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ പുറത്താകെ ചെടികൾ വെച്ച് കെട്ടി ഇടയ്ക്ക് അയാൾ ആ അരുവിയുടെ കരയിലേക്കും പോകും. കൊസൂക്കെ അവസാനമായി കണ്ട ആ അരുവിക്കരയിലേക്ക്. അങ്ങനെ ഒരിക്കൽ അയാൾ ആ അരുവിക്കരയിൽ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഒരു ജാപ്പനീസ് പാട്ട് കേൾക്കുന്നത്. സംശയിച്ചു നിൽക്കാതെ ഒനോദ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് പാശ്ചാത്യ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു ചെറുപ്പക്കാരനെയാണ്. ജപ്പാന്റെ ഒരു കൊടിയും അയാൾ അവിടെ തൂക്കിയിരുന്നു. അയാളൊരു ടൂറിസ്റ്റാണോ ശത്രുവാണോ എന്ന് സംശയിച്ച് തൻ്റെ തോക്കും ചൂണ്ടി ഒനോദ ആ ചെറുപ്പക്കാരന് ചുറ്റും നടന്നു. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഭയപ്പെട്ടില്ല, സംശയിച്ചതുമില്ല. കാരണം അയാൾക്ക് ഒനോദയെ അറിയാമായിരുന്നു. ഒനോദയെ അന്വേഷിച്ച് തന്നെയാണ് അയാൾ അവിടേക്ക് എത്തിയത്. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അക്കാച്ചുവാണ് നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അക്കാച്ചു നിങ്ങളെക്കുറിച്ച് എഴുതിയതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. യുദ്ധം 45-ലെ അവസാനിച്ചിരുന്നു. എൻ്റെ ഒപ്പം മടങ്ങി വരുമെന്നാണ് അയാൾ ഒനോദയോട് പറഞ്ഞത്. അക്കാച്ചു ഉണ്ടായിരുന്നപ്പോൾ തങ്ങൾ ഒന്നിച്ച് പാടാറുള്ള പാട്ടായിരുന്നു ടേപ്പ് റെക്കോർഡറിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് ശരിയാണെന്ന് ഒനോദയ്ക്ക് തോന്നി. എങ്കിലും അയാളോട് വേഗം അവിടെ നിന്ന് പോകാൻ പറഞ്ഞുവെങ്കിലും അയാൾക്കൊരവസരം കൊടുക്കാൻ തന്നെ ഒനോദയൊടുവിൽ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ പേര് നോരിയോ സുസൂക്കി എന്നായിരുന്നു. നാട്ടിലെല്ലാവരും ഒനോദ മരിച്ചുവെന്നാണ് കരുതിയതെങ്കിലും അത് വിശ്വസിക്കാത്ത നോരിയോ ഒനോദയെ തേടി ഒരുപാട് നാളായി അലയുകയായിരുന്നു. നോരിയോ കൊസൂക്കിയെക്കുറിച്ചും ആ കാടിനെക്കുറിച്ചുമെല്ലാം ചോദിച്ചുവെങ്കിലും ഒനോദ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അയാൾ നീട്ടിയ മദ്യവും ഒനോദ സ്വീകരിച്ചില്ല. നോരിയോ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒനോദ ചിന്തിക്കുകയായിരുന്നു. അയാൾ പറയുന്നത് സത്യമാകണമേ എന്നും സത്യമാകരുതേ എന്നും ഒനോദ ആശിച്ചു. സത്യമാണെങ്കിൽ തനിക്ക് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോവാം. പക്ഷേ അപ്പോൾ താനെ കണ്ട കാലമത്രയും ഈ കാട്ടിൽ ചിലവഴിച്ചത് എന്തിനാണ്? ഷിമാദ, കൊസൂക്ക, ഗ്രാമീണർ, ആ പെൺകുട്ടി, എല്ലാവരുടെയും മുഖങ്ങൾ ഒനോദയുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവരെല്ലാം മരിച്ചത് വെറുതെയായിരുന്നു. ചോദ്യങ്ങളുടെ കടന്നിൽ കൂടെ അങ്ങനെ പൊട്ടിയപ്പോൾ അതൊന്ന് ശമിപ്പിക്കാൻ നോരിയോ നൽകിയ മദ്യം വിറയ്ക്കുന്ന കൈകളോടെ ഒനോദ ഒരു ഗ്ലാസ് കുടിച്ചിറക്കി. പിന്നെയും ഏറെ നേരം നിശബ്ദനായിരുന്ന ശേഷം എഴുന്നേറ്റ് ഒനോദ ഇങ്ങനെ പറഞ്ഞു: എന്നെ ഇവിടേക്ക് അയച്ചത് മേജർ യോഷിമി ടഗൂച്ചിയാണ്. അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ
ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കൂ. ഇത് പറഞ്ഞ ഒനോദ പൊട്ടിക്കരയാൻ ആരംഭിച്ചു. 3 പതിറ്റാണ്ട് കാലം ആ പട്ടാളക്കാരൻ അടക്കി പിടിച്ച കണ്ണീർ പതിയെ വാർന്നൊഴുകി. അദ്ദേഹം എവിടെയുണ്ടെങ്കിലും ഞാനിവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് നോരിയോ അയാളെ സമാധാനിപ്പിച്ചു. അങ്ങനെ പിറ്റേന്ന് ഒനോദയ്ക്കൊപ്പം ഒരു ചിത്രമെടുത്ത് താൻ വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് നോരിയോ അവിടെ നിന്ന് മടങ്ങി. നാട്ടിൽ തിരികെ എത്തിയ ഉടൻ തന്നെ നോരിയോ മേജർ യോഷിമിയെ തിരഞ്ഞിറങ്ങി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാൾ മേജറെ കണ്ടെത്തുകയും ചെയ്തു. ഒരു പുസ്തകശാലയുമായി ചെറിയൊരു പട്ടണത്തിൽ ഒതുങ്ങിക്കൂടിയിരുന്ന യോഷിമിയെ സമീപിച്ച് ഹിറോ ഒനോദ എന്നൊരു പട്ടാളക്കാരനെ ഓർമ്മയുണ്ടോ എന്ന് നോരിയോ അന്വേഷിച്ചു. എന്നാൽ ഇതിനോടകം തന്നെ ആ പേരൊക്കെ ആ വൃദ്ധന്റെ മറവിയിലാണ്ട് പോയിരുന്നു. പക്ഷേ ഒനോദയുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുകയും സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്തതോടെ ആ പട്ടാളക്കാരനെ യോഷിമിക്ക് ഓർമ്മ വന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. അയാൾ വേഗം തന്നെ നോരിയോയ്ക്കൊപ്പം ദ്വീപിലേക്ക് പുറപ്പെട്ടു. പുലർച്ചയോടെ തന്നെ അവർ തമ്പടിച്ച ആ കൂടാരത്തിനടുത്തേക്ക് ഒനോദയും കടന്നു വന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് താൻ ആ കാട്ടിലേക്ക് പറഞ്ഞയച്ച ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനല്ല ഇപ്പോഴയാളെന്ന് യോഷിമി വേദനയോടെ തിരിച്ചറിഞ്ഞു. മുഖത്താകെ ചുളിവുകൾ വന്ന് അയാളെ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞിരുന്നു. മേജർക്കടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഒനോദ അയാളെ സല്യൂട്ട് ചെയ്തു. യോഷിമി ആ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇടറുന്ന ശബ്ദത്തിൽ, ലെഫ്റ്റനന്റ് ഹിറോ ഒനോദ റിപ്പോർട്ടിംഗ്. അങ്ങയുടെ ഉത്തരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ഒനോദ യോഷിമിയോട് പറഞ്ഞു. യോഷിമി ഉടൻ തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ആ ഉത്തരവ് വായിച്ചു. 1945 സെപ്റ്റംബർ 2 യുദ്ധം അവസാനിച്ചുവെന്നും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാപ്പനീസ് സൈനിക യൂണിറ്റുകളെയും പട്ടാളക്കാരെയും തിരിച്ചു വിളിച്ചുകൊണ്ടുമുള്ള ഉത്തരവ് വായിച്ചു മുഴുവിക്കാൻ യോഷിമിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നോ തൻ്റെ മറവിയിൽ പോലും ആണ്ടുപോയ സൈനികനെ കുറിച്ചോർത്ത് വിതുമ്പിക്കൊണ്ട് അയാളോടുള്ള ക്ഷമാപണമെന്നോണം യോഷിമി ആ ഉത്തരവ് വായിച്ചു തീർത്തു. ഉത്തരവ് കേട്ട ഒനോദ ഒന്നും പറഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞതുമില്ല. നിർവികാരനായ അയാൾ തൻ്റെ തോക്ക് അൺലോഡ് ചെയ്തു. ഒനോദയോടെന്തോ പറയാൻ അയാളെ ആശ്വസിപ്പിക്കാൻ മേജർ യോഷിമി വെമ്പി. പക്ഷെ എന്ത് പറഞ്ഞാണ് തനിക്ക് അയാളെ ആശ്വസിപ്പിക്കാനാവുക? നിനക്കിത് എളുപ്പമായിരുന്നില്ല എന്ന് എനിക്കറിയാം. ഇനി നിനക്ക് വിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞ് യോഷിമി ഒനോദയെ തലകുനിച്ച് വണങ്ങി. പിറ്റേന്ന് ഒനോദയെ യാത്രയാക്കാൻ ഫിലിപ്പീൻസ് അധികാരികളും കൂട്ടിക്കൊണ്ടുപോകാൻ ജാപ്പനീസ് ഉദ്യോഗസ്ഥരും ദ്വീപിലേക്കെത്തി. ഇത്രയും കാലം ആ കാട്ടിൽ കഴിഞ്ഞ സൈനികനെ കാണാനായി ആ ഗ്രാമീണരെല്ലാം അവിടെ തടിച്ചുകൂടിയിരുന്നു. അല്പസമയത്തിന് ശേഷം ഒനോദയുമായ ഹെലികോപ്റ്റർ ആ ദ്വീപിൽ നിന്ന് പറന്നുവരുന്നു. നീണ്ട 29 വർഷക്കാലം തന്നെ കാത്തു സംരക്ഷിച്ച ആ ദ്വീപിനോടും ആ കാടിനോടും ഒനോദ നിശബ്ദമായി യാത്ര പറഞ്ഞു. അപ്പോഴാണ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞത്. അപ്പോൾ മാത്രമാണ് അയാൾക്ക് യുദ്ധം അവസാനിച്ചത്.